അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷമവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. ദൈവനാമം മൂത്തപ്പെടുമാറാട്ടെ. ഇന്ന് തന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങളെയും അതിൻ്റെ ഉദ്ദേശങ്ങളെയും കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നാം രണ്ട് കാര്യം നാം കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഒന്നാമതായിട്ട് കൃപാവരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് അന്യോന്യം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാം കണ്ടു. രണ്ടാമതായിട്ട് നാം കണ്ടു അവിടെ നാം ജസ്റ്റ് അതിൻ്റെ കാര്യവിചാരകന്മാർ മാത്രമാണ്, നമ്മുടേതല്ല, നാം അതിൻ്റെ കാര്യവിചാരകന്മാർ മാത്രമാണ് എന്ന് കണ്ടു. ഇന്ന് നമുക്ക് മൂന്നാമതായിട്ട് കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൃപാവരങ്ങളെ നാം ഉപേക്ഷയായി വിചാരിക്കാൻ പാടില്ല. 1 തിമോഥെയോസ് 4:14 വാക്യത്തിൽ കാണുന്നത്, മൂപ്പന്മാരെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി മുന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉപേക്ഷയായി വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് കിട്ടിയതായിട്ടുള്ള കൃപാവരങ്ങൾ അത് മറ്റുള്ളവരിൽ നിന്ന് അത്രയും നല്ലതല്ല എന്ന് നമ്മൾക്ക് ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കൃപാവരങ്ങൾ പാട്ടുപാടുന്നു, അങ്ങനെ മറ്റുള്ളവർ കാണുന്ന കൃപാവരങ്ങൾ കാണുമ്പോൾ അത് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ എനിക്ക് കിട്ടിയതായിട്ടുള്ള അത് ചിലപ്പോൾ പ്രാർത്ഥനയുടെ കൃപാവരമായിരിക്കും, സഹായം ചെയ്യുന്നതിൻ്റെതായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള കൃപാവരമായിരിക്കും. അത് ചിലപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ഹോളിൽ ശുശ്രൂഷ, മുറിയടിച്ച് വാരുന്ന ഉള്ള ശുശ്രൂഷയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ളത് കിട്ടുമ്പോൾ അത് നാം ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നമുക്ക് ഏതാണ് തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവും ദൈവമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നത് ബെസ്റ്റാണ്. അതുകൊണ്ട് അത് ഏത് കൃപാവരമാണെങ്കിലും അത് ഉപേക്ഷയായി വിചാരിക്കാതെ അതുകൊണ്ട് നാം വർക്ക് ചെയ്യണം എന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നാലാമതായി കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം എന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. 2 തിമോഥെയോസ് 1:6 വാക്യത്തിൽ അത് കാണാം. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കുകയാണെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നതായിട്ട് കൃപാവരങ്ങൾ കൊണ്ട് വ്യാപാരം ചെയ്ത് അധികം നേടണം. നമുക്ക് ഒരു കൃപാവരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നാം വ്യാപാരം ചെയ്ത് അപ്പോൾ അത് ജ്വലിപ്പിച്ച് അത് നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ളവരായിട്ട് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അഞ്ചാമതായിട്ട് നാം വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവത്തിൽ നിന്നായിരിക്കും. 1 കൊരിന്ത്യർ 4:2 വാക്യത്തിൽ നാം കാണുന്നത്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് മത്തായി എഴുതിയ സുവിശേഷം 25:21 വാക്യത്തിലും അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ലൂക്കോസ് 9:17 വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെറിയ കാര്യത്തിൽ നാം വിശ്വസ്തരായിരിക്കണം, എന്നാൽ ദൈവം നമുക്ക് വിശ്വസ്തരായാൽ നമ്മൾക്ക് അധികം ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 25:21 വാക്യത്തിൽ നാം കാണുന്നത്, അവനോട് ഇവിടെ ഒരു യജമാനൻ പോയിട്ട് അവൻ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്ത് കൊടുക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് അവരോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ വ്യാപാരം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവരോട്
അവരോട് സംസാരിക്കുന്ന വാക്കാണ് അവിടെ. ഒരു താലന്ത് കിട്ടിയവൻ 10 താലന്ത് കൊണ്ടുവന്നപ്പോൾ അവനോട് കർത്താവ് പറയുന്നതാണ് 17 വാക്യത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. ലൂക്കോസ് 17 വാക്യത്തിൽ അവനോട് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചു. ചെറിയ കാര്യത്തിൽ നാം വിശ്വസ്തരായിരുന്നാൽ നമ്മെ അധികം കാര്യത്തിൽ ദൈവം ഏൽപ്പിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട്, നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ കൃപാവരം തിരിച്ചെടുക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും ഈ 19 അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നാം കാണുന്നത് ഏ, ദാ- ദാ ഒരു രാജാവ് 10 ദാസന്മാരെ വിളിച്ച് 10 പേർക്കും റാത്തൽ കൊടുക്കുന്നതായിട്ടും അവരെ കൊണ്ട് വ്യാപാരം ചെയ്യുവാനായിട്ട് പറയുന്നതായിട്ടും കാണുന്നുണ്ട്. നേരത്തെ കണ്ടല്ലോ. ഒരാൾ ലഭിച്ചത് 10 താലന്ത് തേടി അവന് അധികത്തിൽ വിചാരകനാക്കി. എന്നാൽ ഒരുത്തൻ അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 21 വാക്യത്തിൽ, ഞാനത് ഉറുമാലിൽ കെട്ടി വെച്ചിരുന്നു, നീ വെക്കാത്തതെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 24 വാക്യത്തിൽ നാം കാണുന്ന, പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പിനെന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തലുണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവനെ അവനും കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ നാം ജ്വലിപ്പിക്കാതെ, നാം അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്യാതെ അത് കുഴിച്ച് മൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും എന്നിവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഭയത്തോടുകൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എട്ടാമതായിട്ട്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ രാജാവ് തിരിച്ചു വന്നപ്പോൾ, അവൻ്റെ പൗരന്മാരെ അവൻ തിരിച്ചു വന്നപ്പോൾ അവരെയൊക്കെ വിളിച്ച് താൻ ദ്രവ്യം കൊടുത്തിരുന്ന 15 വാക്യത്തിൽ, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തെന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. മത്തായി 25-ന്റെ 21 വാക്യത്തിൽ അത് തന്നെയാണ് നമുക്ക് 25-ന്റെ 19 വാക്യത്തിൽ അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 14-ന്റെ 12 വാക്യത്തിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതേ സഹോദരിമാരെ, നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തുകളെക്കുറിച്ച് ഒരു ദിവസം നമ്മളോട് കണക്ക് ചോദിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ കണക്ക് ചോദിക്കുന്ന ദിവസം നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മെ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട്, അത് നമ്മുടേതല്ല, അത് നമ്മളെ അതിൻ്റെ കാര്യവിചാരകന്മാരാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായിട്ട് അതിനെ കൊണ്ട് വ്യാപാരം ചെയ്ത് അധികം താലന്തുകൾ ഉണ്ടാക്കുവാനായിട്ട് 100, 60, 30 മേനി നമുക്ക് കിട്ടിയതായിട്ടുള്ള കർത്താവ് കണക്ക് ചോദിക്കുന്ന ദിവസം വരുമ്പോൾ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് 60, 30, 100, 60, 30 മേനി വിളയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ നാം കർത്താവിന് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ശരിയായിട്ട് രീതിയിൽ വ്യാപാരം ചെയ്താൽ നമുക്ക് വീണ്ടും താലന്തുകൾ തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ താലന്തുകൾ വെക്കുമ്പോൾ നല്ല ദാസൻ എന്നുള്ള വിളി കേൾപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ബഹുത്തപ്പെടുമാറാകട്ടെ. ബലഹീനനെന്ന്